ഹായ്, ഉള്ളിത്തീയലാണേ വെക്കുന്നത്. തേങ്ങ, കൊച്ചുള്ളി, വറ്റലിമുളക്, കറിവേപ്പില, ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് സിമ്മിലിട്ട് തേങ്ങയൊന്ന് നല്ല വറുത്തെടുക്കുന്നുണ്ട്. ഈ തേങ്ങ നല്ല വറുത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. സിമ്മിലിട്ട് തന്നെ വറുത്ത് കഴിഞ്ഞാൽ നല്ല കരിയാതെ വറുത്ത് കിട്ടുവേ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്താലും ഒരുപോലെ തേങ്ങ കിടക്കുകയും ചെയ്യും, നല്ല വറുത്ത് കിട്ടുകയും ചെയ്യും. തീ കൂട്ടിയിട്ട് ചെയ്താൽ കരിഞ്ഞു പോവും. പിന്നെ കൈ വിടാതെ നല്ലപോലെ ഇളക്കി ഇതുപോലെ കളറ് മാറി വരും കേട്ടോ. നല്ല വറുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിത്തീയലായതുകൊണ്ട് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ അതും വറുത്ത് ഒന്ന് പച്ചമണമൊക്കെ പൊടിയുടെ മാറി കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചൂടൊന്ന് മാറി വരുമ്പോഴത്തേക്കും അത് നല്ലപോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അപ്പം നമുക്ക് ദാണ്ട് ഇതുപോലെ കിട്ടുമേ. വെള്ളം ഒരു ശകലം പോലും ഒഴിച്ചിട്ടില്ല. നല്ല എണ്ണ തെളിഞ്ഞ് ആ അരപ്പൊക്കെ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത്, കൊച്ചുള്ളി നടുകെ ഒന്ന് കീറിയിട്ടേ ഉള്ളേ. നല്ലപോലെ ഒന്ന് വഴറ്റി, ഒരുപാടങ്ങ് വഴണ്ട് വരണ്ടേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴണ്ട് നല്ല ഇച്ചിരി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ആ കൊച്ചുള്ളിയിലെല്ലാം അരപ്പൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. ആ വെള്ളവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. വഴുതനങ്ങ, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോസും എല്ലാം ഒഴിച്ച് ഒന്ന് പുരട്ടി വെച്ചായിരുന്നു. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുവാണേ അത്. അപ്പോൾ തീയൽ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു വശം വഴുതനങ്ങ ആയപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണേ. തീയലൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമേ. അപ്പോഴത്തേക്കും നമ്മുടെ തീയൽ റെഡിയാവും. വേണ്ട കണ്ടോ, എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ലഞ്ച് റെഡിയാണേ.